പാപക്കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം, പാപബന്ധം മാഴിപ്പാൻ യേശുവിന്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയേ നിന്റെ തിരുരക്തം മാത്രം. എല്ലാ മാന്യ സഹോദര സൗകര്യമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നാം കേൾക്കുന്ന ഒരു വാർത്തയാണ് രാജ്യം കടക്കെണിയിൽ. സംസ്ഥാനങ്ങളുടെ ദൈനംദിന ചെലവുകൾ നിർവഹിക്കപ്പെടണമെങ്കിൽ വരുമാനം കൊണ്ട് മാത്രം സാധിക്കുകയില്ല, കടമെടുത്ത് വേണം കാര്യങ്ങൾ നിർവഹിക്കാൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നു, ലോക ബാങ്കിൽ നിന്നും കടമെടുക്കുന്നു, പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും കടമെടുക്കുന്നു. ഇങ്ങനെ വിവിധ നിലകളിൽ കടമെടുത്തിട്ടാണ് സർക്കാരുകൾ ഭരണനിർവഹണം നടത്തുന്നത്. ഭീമമായ തുക പലിശയിനത്തിൽ കൊടുക്കേണ്ടി വരും. ജനം തന്നെയാണ് ആ നികുതി ഭാരം പിന്നീട് തിരിച്ച് കൊടുക്കേണ്ടി വരുന്നതും. അതുപോലെ തന്നെ വ്യക്തിഗതമായ വായ്പകൾ പലരും എടുക്കാറുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. തിരിച്ചടവ് വൈകിയാൽ പലിശയും കൂടിക്കൊണ്ടിരിക്കും. അവസാനം പണയം വെച്ച വസ്തുക്കൾ നഷ്ടപ്പെടും. സ്വന്തം വീടും പെരിടവും നഷ്ടപ്പെട്ടവർ അനേകരാണ്. എത്രയോ പേരാണ് ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ് വന്ന് വഴിയാധാരമാക്കപ്പെട്ടിട്ടുള്ളത്. പലരും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കടം മനുഷ്യനെ വലിയ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. കടം വാങ്ങുന്നത് പോലെ തന്നെ അപകടകരമായ ഒന്നാണ് അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്ന അവസ്ഥ. ബൈബിൾ ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കടം വീട്ടുവാൻ വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്ത എടുത്തു കളവാൻ ഇടവരരുത്. സദൃശവാക്യങ്ങൾ 22:27. കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവനെ ദാസനാകുന്നു. സദൃശവാക്യങ്ങൾ 22:7. നീ കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലാകരുത്. സദൃശവാക്യങ്ങൾ 22:26. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപം ക്ഷമിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തിയോട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ച് ഒരു ഉപമ പറയുകയുണ്ടായി. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു. അവർക്ക് വീട്ടുവാൻ വകയില്ലാകിയാൽ അദ്ദേഹം ഇരുവർക്കും ഇളവ് ചെയ്തു കൊടുത്തു. അവരിൽ ആരാണ് യജമാനനെ കൂടുതൽ സ്നേഹിക്കുക എന്ന് യേശു ചോദിച്ചു. അധികം ഇളവ് ചെയ്ത് കിട്ടിയവനെന്ന് അദ്ദേഹം ഉത്തരവും പറഞ്ഞു. പാപത്തെ കടത്തോട് ആണ് ബൈബിൾ ഉപമിച്ചിട്ടുള്ളത്. യേശു തൻ്റെ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യവർഗത്തിൻ്റെ പാപക്കടത്തിൻ്റെ മുഴുവൻ ഭാരവും വീട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. യേശു ക്രിസ്തു തൻ്റെ പ്രാണനെ വിടുമ്പോൾ ഇപ്രകാരമാണ് അവസാനമായി പറഞ്ഞത്: നിവൃത്തിയായി. നിവൃത്തിയായി എന്നതിനെ പെയ്ഡപ്പ്, കൊടുത്തു തീർത്തു എന്ന് അർത്ഥം. പാപത്തിൻ്റെ വലിയ കടം മനുഷ്യനെ കൊടുത്തു വീട്ടുവാൻ പ്രയാസം ആയിരുന്നു. ദൈവത്തിന് ആ നിലയിൽ മനുഷ്യനെ കൊണ്ട് പാപത്തിൻ്റെ ഭാരം കടം വീട്ടുവാനായിട്ട് കഴിയുകയില്ലായിരുന്നു. എന്നാൽ മനുഷ്യനെ കഴിയാതിരുന്ന ആ വലിയ പാപത്തിൻ്റെ കടം ക്രിസ്തുവിൻ്റെ മരണം നിമിത്തം വീട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. മനുഷ്യൻ പാപത്തിൻ്റെ കടത്തിൽ നിന്നും മോചിതനാകുവാൻ ഇടയായിത്തീർന്നു. പാപത്തിൻ്റെ പരിഹാരം മനുഷ്യനാൽ അസാധ്യമാണ്. ഭക്തനായ കവി ഇപ്രകാരം പാടി: പാപക്കടം തീർക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം. പാപത്തിൻ്റെ ശിക്ഷയാകുന്ന നിത്യശിക്ഷാവിധി അഥവാ നരകം ക്രിസ്തു ഏറ്റെടുത്തു സഹിച്ചു. അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു. ആ കടച്ചിട്ട് ക്രൂശിൽ തറച്ചു നീക്കിക്കളഞ്ഞു എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു. പാപത്തിൻ്റെ ഭാരവും വഹിച്ചു നടക്കാതെ പാപത്തിൻ്റെ ശിക്ഷ നൽകുന്ന നമുക്ക് പകരക്കാരനായി അനുഭവിച്ച് തീർത്ത, സ്വന്തം മരണത്താൽ നീക്കിത്തന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അഭയം പ്രാപിക്കുക. സമാധാനമായി ജീവിക്കുക. ഗോഡ് ബ്ലസ് യു. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം